വലിയൊരു പ്രശ്നം. ചെങ്ങ ഇവിടെ പെട്ടിട്ടുള്ള 2 മാസമായി ഇവിടെ വന്നിട്ട് എനിക്കല്ലോ ജോബിന് വേണ്ടി പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവസാനം ഒരു ജോബ് എനിക്ക് കിട്ടി. 2 ദിവസം കൂടി വിസ ഉള്ളു. കമ്പനി പറയുന്നത് അടുത്ത ആഴ്ച വിസ കൊടുക്കുന്നുള്ള. 2 ദിവസം കൂടെ ഒപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓവർ സ്റ്റേ ഇവിടെ ഇല്ലീഗലാണ്. മാത്രമല്ല ഫൈനും വരും, അബ്സ്കോണ്ടാവും. പിന്നെ അത് ക്ലിയർ ആക്കാൻ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. വേറെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് വേറെ നമുക്ക് ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോയിട്ട് വിസ ചേഞ്ച് ചെയ്ത് വരാമല്ലോ സുഖമായിട്ട്. അപ്പൊ അത് വലിയ പൈസ ആവൂലേ? ഇല്ലല്ല, നോർമൽ പൈസ ചെറിയ പൈസക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. ബസ്സിൽ എന്തൊക്കെയാ ഇതുണ്ടാവുക ഫെസിലിറ്റീസ്? ബസ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ടിക്കറ്റ്, ഒമാൻ വിസ, പിന്നെ തിരിച്ചു വരാനുള്ള വിസ, അവിടെ താമസ സൗകര്യം എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്. എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. അപ്പൊ ഓന്റെ അടുത്ത് പൈസ ഇല്ല, ചെറിയൊരു എമൗണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? അത് പൈസ കുറവാണ്, നമുക്ക് ടാബ് വെച്ചിട്ടും 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ. അപ്പം പണിയെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് എനിക്ക് തിരിച്ചടക്കാൻ പറ്റുന്നതല്ല. അപ്പം വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പെൺകുട്ടി പോകുന്നതാണെങ്കിലോ? പെൺകുട്ടിയൊക്കെ പോകുകയാണെങ്കിൽ സെപ്പറേറ്റ് റൂം ഉണ്ട്. ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട്, ജെന്റ്സിന് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ഫാമിലീസ് ആണെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് റൂം തന്നെ കിട്ടുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഒന്നും പേടിക്കാനുള്ള സേഫ് ആണ്. അതെ. അപ്പൊ നിങ്ങൾ ഇത് മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാക്കേജും കാര്യങ്ങളും ചെയ്യുന്നത്? നമ്മൾ ഗ്ലോബൽ വിസ ചെയ്യുന്നുണ്ട്, പിന്നെ ദുബായ് ടൂറിസം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വിസ തന്നെ ഷെങ്കൻ വിസ, അമേരിക്കൻ വിസ, കാനഡ വിസ ഒക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സേഫ് ആണ്, അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതിപ്പോ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ നമ്മള് ഷറഫ്ഡി മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് നമ്പർ 3 ഇവിടെ നെസ്റ്റോ അൽഫൈരി സൂക്ക്, നെസ്റ്റോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ബിൽഡിംഗിന്റെ പേര് സൂക്കൽ മസാല ബിൽഡിംഗ്. ഓക്കെ. ട്രാവൽ ഹൈസ്റ്റ് എന്നാണ്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇതേപോലെ 2 മാസം ഇവിടെ വന്നിട്ട് UAE എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ടേക്ക് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒന്നും അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് മെൻഷൻ ചെയ്യുക. അവർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. അപ്പം ഇനി അങ്ങോട്ടേക്ക് ആരും കഷ്ടപ്പെടരുത് UAE എന്ന്. ഇത് നമുക്ക് ട്രസ്റ്റബിൾ ഏജൻസിയാണ്. എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്.